ദുരന്തർ 1, 2 സിനിമകളുടെ വൻ വിജയങ്ങൾക്ക് ശേഷം ബോളിവുഡ് സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു ചർച്ച വീണ്ടും സജീവമായിട്ടുണ്ട്. രൺബീർ ഓർ രൺവീർ, അതായത് പേരിൽ സാമ്യമുള്ള നമ്മുടെ സൂപ്പർ താരങ്ങളായ രൺബീർ കപൂറോ അല്ലെങ്കിൽ രൺവീർ സിംഗോ, ആരാണ് കൂട്ടത്തിൽ കേമൻ? ബോളിവുഡ് സിനിമകൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് കാര്യമറിയാം, രണ്ടും മികച്ച താരങ്ങൾ തന്നെയാണ്. മികച്ച താരങ്ങളും അതിനോടൊപ്പം മികച്ച അഭിനേതാക്കളുമാണ് രണ്ടുപേരും. ഈ രണ്ടുപേർ തന്നെയായിരിക്കും ഇനി ബോളിവുഡ് ഭരിക്കാൻ പോകുന്നത് എന്ന തരത്തിലാണ് ചർച്ചകൾ. അതിൽ കാര്യമുണ്ട് താനും. കഴിവിലും ജനപ്രീതിയിലും രണ്ട് താരങ്ങളും മുന്നിൽ തന്നെയാണ്. രൺവീർ സിംഗിനേക്കാൾ ഫാൻ ബേസ് രൺബീർ കപൂറിനാണ് കൂടുതൽ, പ്രത്യേകിച്ചും ദുരന്തർ സീരീസ് വരെ. ദുരന്തറിന് ശേഷം രൺവീർ തനിക്കുണ്ടായിരുന്ന ഹെയ്റ്റേഴ്സിനെ വരെ ഫാൻസ് ആക്കി മാറ്റി വലിയ മുന്നേറ്റം നടത്തി. പൊതുവെ ഓഫ് സ്ക്രീൻ അപ്പിയറൻസിൽ രൺവീറിന് നല്ല വിമർശനം ലഭിക്കാറുണ്ട്. സിനിമ അവാർഡ് വേദികളിലും മറ്റും ഒരൽപ്പം എക്സെൻട്രിക് ആയി പെരുമാറുന്നതും വിചിത്രമായ ഡ്രസ്സിംഗ് സ്റ്റൈലും ഒരു പൊടിക്ക് ഷോ ഓഫ് ആറ്റിറ്റ്യൂഡും രൺവീറിന് പരക്കെ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ദുരന്തർ സിനിമയും ചിത്രത്തിലെ രൺവീറിന്റെ പ്രകടനവും താരത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്കി മാറ്റി. പ്രത്യേകിച്ചും കാന്താര 2 സിനിമയിലെ ഋഷഭ് ഷെട്ടിയുടെ ദൈവക്കോലത്തെ ഒരു പൊതുപരിപാടിയിൽ രൺവീർ വികലമായി അനുകരിച്ചു എന്നുള്ള വിവാദം ഒരു വഴിക്ക് നടക്കുന്നതിനിടയിലാണ് ദുരന്തറിന്റെ റിലീസ്. ഇതോടെ രൺവീർ ഹേറ്റേഴ്സിന്റെ വായടപ്പിച്ചു കളഞ്ഞു. കൈയടിക്കാതെ തരമില്ല, അത്രയ്ക്കും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രൺവീറിന്റെ ഹംസ അലി മസാരി ദുരന്തറിൽ കാഴ്ചവെച്ചത്. രൺബീർ കപൂർ ആകട്ടെ അനിമൽ സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ എന്ന ടാഗ് ലൈനോട് കൂടി തിയേറ്റർ കത്തിച്ചാണ് അവസാനം കളം വിട്ടത്. പൗരുഷമുള്ള റഫ് ആൻഡ് ടഫ് കഥാപാത്രങ്ങൾ രൺബീർ ഒരുപാട് ചെയ്ത് ഫലിപ്പിച്ചിരുന്നില്ല. എന്നാൽ അനിമൽ സിനിമയിൽ രൺബീർ ആ ഏരിയ കൂടി കവർ ചെയ്ത് ഞെട്ടിച്ചു. രൺബീർ കപൂർ 2007 സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. സഞ്ജയ് ലീല ബൻസാലിയുടെ സാവരിയ ആയിരുന്നു ആദ്യ ചിത്രം. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് റിലീസ് ചെയ്ത ചിത്രമായിരുന്നു അത്. കാരണം 2 സ്റ്റാർ കിഡുകൾ ആ ചിത്രത്തിലൂടെ തുടക്കം കുറിക്കുന്നു. ഋഷി കപൂറിന്റെ പുത്രൻ രൺബീറും അനിൽ കപൂറിന്റെ മകൾ സോനം കപൂറും പിന്നെ സഞ്ജയ് ലീല ബൻസാലി എന്ന ഇതിഹാസ സംവിധായകനും. സൽമാൻ ഖാന്റെ ക്യാമിയോ റോളും ചിത്രത്തിലുണ്ടായിരുന്നു. എന്നാൽ ചിത്രം ഒരു പരാജയമായി മാറി. എന്നിരുന്നാലും രൺബീറിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. ഒരു പ്രോപ്പർ റൊമാൻറ്റിക് ഹീറോയ്ക്ക് വേണ്ട ആകർഷക ഘടകങ്ങളൊക്കെ രൺബീറിന് ഉണ്ടായിരുന്നു. തുടർന്ന് ബച്ന എ ഹസീനോ എന്ന ചിത്രം 2008 പുറത്തിറങ്ങി. അതൊരു ആവറേജ് വിജയമായിരുന്നു. എന്നാൽ 2009 അക്ഷരാർത്ഥത്തിൽ രൺബീറിന്റെ വർഷം തന്നെയായിരുന്നു. 2 സൂപ്പർ ഹിറ്റ് സിനിമകൾ ആ വർഷം റിലീസായി. അജബ് പ്രേം കി ഗസബ് കഹാനി, വേക്കപ്പ് സിഡ് എന്നിവ. ഈ 2 ചിത്രങ്ങളും വൻ വിജയമായി മാറി. ഈ 2 വിജയങ്ങളോടെ ബോളിവുഡിലെ മുൻനിര നായക നിരയിലേക്ക് രൺബീർ ഉയർന്നു. അനായാസമായി കോമഡി ചെയ്ത് ഫലിപ്പിക്കാനുള്ള കഴിവും സട്ടിലായി തന്മയത്വത്തോടെ വൈകാരിക രംഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും സ്വാഭാവികമായ അഭിനയവും മൂലം രൺബീർ ഒരു വൻ താരമാകുമെന്നുള്ള പ്രതീതി ആ വർഷം തന്നെ സൃഷ്ടിച്ചു. തുടർന്ന് അടുത്ത വർഷം റിലീസായ രാജ്നീതിയും വലിയ വിജയമായി മാറി. തുടർന്ന് 2013 വരെ രൺബീറിന്റെ കാലഘട്ടം തന്നെയായിരുന്നു. 2011 റോക്ക് സ്റ്റാറും 2012 ബർഫിയും റിലീസായതോടെ രൺബീർ ഇന്ത്യ ഒട്ടുക്കും ഫാൻ ബേസ് ഉള്ള താരമായി മാറി. രൺബീർ എന്ന നടനെ ലോകത്തിന് കാണിച്ചു കൊടുത്ത സിനിമകളായിരുന്നു റോക്ക് സ്റ്റാറും ബർഫിയും. രണ്ടും 2 തലത്തിലുള്ള സിനിമകൾ. ഹൈ എനർജറ്റിക് പെർഫോമൻസ് വേണ്ടെടുത്ത് രൺബീർ ആ രീതിയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വേഷങ്ങൾ അതിന്റെ പൂർണ്ണതയിലും രൺബീർ അവതരിപ്പിച്ചു. ഒരുപക്ഷെ ബോളിവുഡിലെ ഏറ്റവും മികച്ച നടനായി പോലും രൺബീറിനെ പലരും വാഴ്ത്തി. കൊമേഴ്ഷ്യൽ വിജയങ്ങൾക്കൊപ്പം വലിയ ഫാൻസും അപാര പെർഫോമൻസിന്റെ ബലത്തിൽ നിരൂപക പ്രശംസയും ഒരുപോലെ രൺബീർ കരസ്ഥമാക്കി. 2013 ഹേ ജവാനി ഹേ ദീവാനി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ 300 കോടിയിലധികം നേടി ബോളിവുഡിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങളിൽ ഒന്നായി മാറി. ഇതിനുശേഷം രൺബീർ സ്ഥിരമായി ഒരു മാർക്കറ്റ് ബിൽഡ് ചെയ്തതുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. അയാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. റൊമാൻറ്റിക് കോമഡി, ഇമോഷണൽ ഡ്രാമ ചിത്രങ്ങളിൽ അയാളെ വെല്ലാൻ മറ്റൊരു ചോയ്സ് ഇല്ല എന്ന്. തുടർന്ന് വന്ന തമാശ എന്ന ചിത്രം വലിയ വിജയമായില്ലെങ്കിലും രൺബീറിന്റെ പവർഫുൾ പെർഫോമൻസ് സിനിമയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഹേ ദിൽ ഹേ മുഷ്കിൽ വലിയ വിജയമായി മാറി. അപ്പോഴേക്കും ഖാൻ ത്രയം കഴിഞ്ഞാൽ ബോളിവുഡിൽ ഏറ്റവും മാർക്കറ്റുള്ള താരമായി രൺബീർ ഉയർന്നു കഴിഞ്ഞിരുന്നു. 2018 സഞ്ജു കൂടി കൂറ്റൻ വിജയമായതോടെ രൺബീർ ഒരു വൻ വൃക്ഷമായി മാറി. ഇടയ്ക്ക് ചില സിനിമകൾ വലിയ വിജയം നേടുന്നില്ലെങ്കിൽ പോലും രൺബീറിന്റെ പ്രകടനം എപ്പോഴും ടോപ്പ് ക്ലാസ് തന്നെയായിരുന്നു. അവസാനമായി രൺബീറിൻ്റെതായി ഇറങ്ങിയ ചിത്രം അനിമൽ ആണ്. 900 കോടിയിലധികം കളക്ട് ചെയ്ത സിനിമ
വൻ വിജയമായതിനൊപ്പം ഹൈ ഒക്ടെയിൻ മാസ് റഗഡ് കഥാപാത്രങ്ങൾ കൂടി പുൾ ഓഫ് ചെയ്യാൻ രൺബീറിന് ശേഷിയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇനി വരാനുള്ളത് ഈ വർഷം അവസാനം ഇറങ്ങാനിരിക്കുന്ന രാമായണമാണ്. വലിയ പ്രതീക്ഷകളാണ് ചിത്രത്തിനുള്ളത്. ഇനി രൺബീർ സിംഗിന്റെ സിനിമാ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വലിയ സിനിമാ പാരമ്പര്യം ഒന്നുമില്ലാതെയാണ് രൺബീറിന്റെ അരങ്ങേറ്റമെങ്കിലും ചില അകന്ന ബന്ധങ്ങൾ രൺബീറിനും ഉണ്ടായിരുന്നു. അനിൽ കപൂറിന്റെ ഭാര്യയുടെ സഹോദരിയാണ് രൺബീറിന്റെ അമ്മ. ആദ്യ ചിത്രം 2010 ബാൻഡ് രാജ ബറാത്ത്. അത് ഒരു വിജയ ചിത്രമായിരുന്നു. തുടർന്ന് വന്ന ലേഡീസ് വേഴ്സസ് റിക്കി ബഹൽ എന്ന ചിത്രവും ആവറേജ് വിജയം നേടി. തുടർന്ന് 2013 പുറത്തിറങ്ങിയ ലൂട്ടേറ വലിയ വിജയമായില്ലെങ്കിലും രൺബീർ എന്ന നടനെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു. രൺബീറിന്റെ പ്രകടനം വലിയ നിരൂപക പ്രശംസ നേടി. അതേ വർഷം തന്നെയാണ് സഞ്ജയ് ലീല ബൻസാലിയോടൊപ്പം രൺബീർ കൈകോർക്കുന്നത്. ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്നൊക്കെ പറയും പോലെ പിന്നീട് രൺബീറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബൻസാലിയുടെ ഫേവറേറ്റ് ആയി മാറാൻ രൺബീറിന് കഴിഞ്ഞു. രൺബീർ സിംഗിന്റെ കരിയറിലെ ഏറ്റവും കരുത്തുറ്റ വേഷങ്ങൾ ബൻസാലിയുടെ ചിത്രങ്ങളിലേതാണ്. ഇന്നും രൺബീർ സിംഗ് എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബൻസാലി ചിത്രത്തിലെ പ്രകടനമാണ് ആദ്യം ഓർമ്മ വരിക. പത്മാവതിലെ അലാവുദ്ദീൻ ഖിൽജിയും ബാജിറാവു മസ്താനിയിലെ പേഷ്വാ ബാജിറാവുവും രാമലീലയിലെ രാം രജാദിയും രൺബീറിനെ ഒരു വലിയ താരമായും അപാര കാലിബർ പ്രകടമാക്കുന്ന ഒരു നടനായും വളർത്തി. 2013 രാമലീലയിലൂടെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ബൻസാലി ചിത്രങ്ങൾ കഴിഞ്ഞാൽ 2019 പുറത്തിറങ്ങിയ ഗള്ളി ബോയ് എന്ന ചിത്രത്തിലെ റാപ്പർ മുറാദ് അഹമ്മദ് രൺബീറിന്റെ മറ്റൊരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. രൺബീറിന്റെ കരിയറിലെ മറ്റൊരു ഫേസ് തുറന്നു നൽകിയ ചിത്രമായിരുന്നു ഗള്ളി ബോയ്. ബൻസാലി ചിത്രങ്ങളിലൂടെ രൺബീർ ഹൈ ഒക്ടെയിൻ എക്സെൻട്രിക് കഥാപാത്രങ്ങളാണ് ചെയ്തിരുന്നത്. എന്നാൽ ഗള്ളി ബോയ് എന്ന ചിത്രത്തിൽ ഒരു ഇൻട്രോവേർട്ട് കഥാപാത്രമായി വളരെ സൂക്ഷ്മമായ പ്രകടനം നടത്തിയ ശേഷം സ്റ്റേജിൽ ആ കഥാപാത്രം ഹൈ എനർജി റാപ്പ് പെർഫോമൻസ് നടത്തുന്ന 2 ധ്രുവങ്ങളിലുള്ള ഒരു ക്യാരക്ടർ അനായാസം രൺബീർ പുൾ ഓഫ് ചെയ്തു. പിന്നീട് വന്ന 1983 എന്ന ചിത്രത്തിൽ കപിൽ ദേവായി രൺബീർ അസാമാന്യ പ്രകടനം തന്നെ നടത്തി. ഇത്രയ്ക്കും സൂക്ഷ്മമായി കപിലിന്റെ മൈക്രോ എക്സ്പ്രഷൻ വരെ അനുകരിച്ചുകൊണ്ടാണ് രൺബീർ പരകായ പ്രവേശനം നടത്തിയത്. ഏത് കഥാപാത്രത്തിലേക്കും തിരിയാൻ പാകത്തിനുള്ള ഫ്ലെക്സിബിലിറ്റി തനിക്കുണ്ടെന്ന് രൺബീർ തെളിയിച്ച വേഷമായിരുന്നു കപിലിന്റേത്. സഞ്ജു എന്ന ചിത്രത്തിലൂടെ സഞ്ജയ് ദത്തായി രൺബീർ കപൂറും ഇതേ രീതിയിൽ ഞെട്ടുന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു. രൺബീർ കപൂറിന് ചേരുന്ന എതിരാളി തന്നെയാണ് രൺബീർ സിംഗ് എന്ന് തെളിയിച്ചത് ശരിക്കും 1983 രൺബീർ കപൂറിൽ നിന്നും രൺബീർ സിംഗിനുള്ള അപ്പർ ഹാൻഡ് നെഗറ്റീവ്, എക്സെൻട്രിക്, ഈവിൾ വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവാണ്. പത്മാവതിലെ ഖിൽജി ഇതിനുദാഹരണമാണ്. ഇത്തരത്തിലുള്ള വേഷങ്ങൾ രൺബീർ അധികം ചെയ്തിട്ടില്ല. പക്ഷേ ആനിമലിലൂടെ അതും പുൾ ഓഫ് ചെയ്യാൻ രൺബീറിന് സാധിക്കുമെന്ന് സൂചന തന്നിട്ടുണ്ട്. മൊത്തത്തിൽ രണ്ടുപേരുടെയും അഭിനയം വിശകലനം ചെയ്യുമ്പോൾ എല്ലാവിധ വേഷങ്ങൾക്കും പ്രാപ്തരാണ് രണ്ടുപേരും. എന്നാൽ കോമഡി ടൈമിംഗ് രൺബീർ കപൂറിന് കൂടുതലാണ്. കൂടാതെ സ്വാഭാവികമായ അഭിനയ രീതിയും രൺബീറിന്റെ കൈമുതലാണ്. മോഹൻലാൽ എന്ന നടനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ എഫേർട്ട്ലെസ് ആക്ടിംഗ് ആണ്. വളരെ നിസ്സാരമായി, ഒട്ടും ശ്രമകരമല്ലാത്ത രീതിയിൽ പുള്ളി കഥാപാത്രമായി മാറുന്നത് കാണാം. രൺബീറിലും ഇതേ ഈസിനെസ് കാണാം. ഏത് കഥാപാത്രത്തിലും സ്വതസിദ്ധമായ ഒരു ചുറുചുറുക്കും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നല്ല ടൈമിംഗ് ഉള്ള കൺട്രോൾഡ് ആയ ആക്ടിംഗ് ശൈലിയുമാണ് രൺബീറിൻ്റെത്. വൈകാരിക പ്രകടനങ്ങളും ഒട്ടും ഓവർ ആവാത്ത തരത്തിൽ, എന്നാൽ ഡീപ്പായിട്ടും രൺബീർ ചെയ്യും. കൂടാതെ കണ്ണുകൾ കൂടുതൽ എഫക്റ്റീവായി യൂസ് ചെയ്യാനുള്ള കഴിവും രൺബീറിന് ഒരു എക്സ്ട്രാ കരിസ്മ നൽകുന്നുണ്ട്. രൺബീർ സിംഗ് ആണെങ്കിൽ കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത കൊണ്ട് ഒരു പടി മുന്നിലാണ്. വളരെ ലൗഡായ കഥാപാത്രങ്ങളെ അപാരമായ എനർജിയിൽ പോർട്രേ ചെയ്യാൻ രൺബീർ മിടുക്കനാണ്. കൂടാതെ കഥാപാത്രത്തിനു വേണ്ടി ശരീരഭാഷയിലും ശബ്ദത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താനും സേഫ് സോൺ നോക്കാതെ ഏത് കഥാപാത്രം കൈകാര്യം ചെയ്യാനുള്ള റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയും കരിയറിൽ ഉടനീളം രൺബീറിൻ്റെതായി കാണാം. എനിക്ക് മമ്മൂട്ടിയുമായുള്ള സാമ്യമാണ് കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലും മറ്റും രൺബീറിൽ കാണാനാവുന്നത്. രൺബീറിൻ്റെത് ലാലേട്ടനെ പോലെ ജന്മസിദ്ധമായ സ്വതസിദ്ധമായ എഫേർട്ട്ലെസ് ശൈലിയും രൺബീർ സിംഗിൻ്റെത് ഊർജ്ജസ്വലമായ ഹാർഡ് വർക്കിംഗ് ആയ ട്രെയിൻഡ് ആക്ടിംഗ് രീതിയിലുള്ള മമ്മൂട്ടി ശൈലിയും. എൻ്റെ തീർത്തും വ്യക്തിപരമായ ഇഷ്ടം പരിഗണിച്ച് ഞാൻ രൺബീർ കപൂർ ശൈലിയുടെ ഒരു ഫാനാണ്. പക്ഷേ രൺബീറും ഏറ്റവും മികച്ച നടനാണെന്ന കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ലതാനും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ്? എന്താണ് ഇവരുടെ പ്രകടനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെ ആയിരുന്നാലും കമന്റ് ചെയ്യൂ.
നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.